3 ദിവസത്തിനുള്ളിൽ സുഡാനിൽ 10,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അതായത് റുവാണ്ടൻ വംശഹത്യയുടെ ആദ്യ 24 മണിക്കൂറിന് സമാനമായ ആക്രമണമാണ് ഇപ്പോൾ സുഡാനിൽ നിലനിൽക്കുന്നത്. മനുഷ്യ ശരീരം കൂട്ടക്കൊലയ്ക്ക് ശേഷം കൂട്ടിയിട്ടതിൻ്റെയും മനുഷ്യരക്തം കുളം പോലെ തളം കെട്ടി നിൽക്കുന്നതിൻ്റെയും ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നോക്കണം, ഉപഗ്രഹത്തിൽ പോലും പതിയുന്ന തരത്തിൽ ഭീകരമായ കൂട്ടക്കൊലയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഏറ്റവും ഒടുവിൽ ആരംഭിച്ച ആഭ്യന്തര കലാപങ്ങൾ 2 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 50,000-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. ഏതാണ്ട് സമീപകാലത്ത് നടന്ന ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിന് സമാനമായ മരണസംഖ്യയാണ് ഇവിടെയും എന്നത് പ്രധാനപ്പെട്ടതാണ്. എന്നിട്ടും മാധ്യമങ്ങൾ വേണ്ടത്ര ഈ വിഷയം ഗൗനിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. കൊല്ലുന്നത് ആരാണ് എന്ന് നോക്കിയിട്ടല്ലല്ലോ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കേണ്ടത്. അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട സർവകലാശാലയാണ് യേൽ യൂണിവേഴ്സിറ്റി. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഒക്ടോബർ 28-ാം തീയതി അവരുടെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ സുഡാൻ എന്ന ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് ലഭിച്ച ഉപഗ്രഹങ്ങളുടെ ചിത്രങ്ങളെ വിശദീകരിച്ചുകൊണ്ടുള്ള ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. സുഡാനിലെ എൽ ഫാഷർ എന്ന നഗരത്തിൽ അവിടുത്തെ പാരാമിലിറ്ററി ഫോഴ്സായ RSF ആയിരങ്ങളെ കൂട്ടക്കൊല ചെയ്തു എന്നതായിരുന്നു ആ കണ്ടെത്തൽ. എൽ ഫാഷറിലെ കുട്ടികളുടെ ആശുപത്രിയും സൗദി ആശുപത്രിയും കയ്യേറിയ RSF മനുഷ്യത്വരഹിതമായി ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തതായിട്ട് HRL കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിവരം പിന്നീട് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു. സോഷ്യൽ മീഡിയയിലും ധാരാളം ആളുകൾ സുഡാനിലെ കൂട്ടക്കൊലകൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. 3 ദിവസത്തിനുള്ളിൽ സുഡാനിൽ 10,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് HRL പറയുന്നത്. മുകളിൽ പറഞ്ഞതുപോലെ തന്നെ റുവാണ്ടൻ വംശഹത്യയുടെ ആദ്യ 24 മണിക്കൂറിന് സമാനമായ ആക്രമണമാണ് ഇപ്പോൾ സുഡാനിൽ നിലനിൽക്കുന്നത്. അപ്പോഴും സുഡാനിൽ എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്നത് പലർക്കും ഒരു സംശയം തന്നെയാണ്. എന്താണ് സുഡാന്റെ രാഷ്ട്രീയം? എന്താണ് അവിടെ നടക്കുന്നത്? ഈ കൂട്ടക്കൊലകളുടെ കാരണം എന്താണ്? സ്വർണ്ണഖനികൾക്കും വിദേശ രാജ്യങ്ങളുടെ ഇടപെടലിനും ഈ സംഘർഷത്തിൽ എന്താണ് പങ്ക്? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വളരെ ലളിതമായിട്ട് വിശദീകരിക്കാനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങൾ സമഗ്രവും ലളിതവുമായിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നിലവിൽ സുഡാൻ എന്ന ആഫ്രിക്കൻ രാജ്യത്ത് ആ രാജ്യത്തിന്റെ ഔദ്യോഗിക സേന എന്ന് വിളിക്കാവുന്ന SAF-ഉം ഒരിക്കൽ ഗോത്രസേനയും പിന്നീട് രാഷ്ട്രീയ ഇടപെടൽ മൂലം പാരാമിലിറ്ററി പദവി കിട്ടിയ RSF-ഉം തമ്മിലാണ് ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. വിദേശ ഇടപെടൽ, സ്വർണ്ണഖനികളിൽ സ്വാധീനം നേടുക, രാഷ്ട്രീയപരമായിട്ട് രാജ്യത്തെ കീഴടക്കുക, അധികാര വടംവലി തുടങ്ങിയ നിരവധി സിദ്ധാന്തങ്ങളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ഈ വിഷയത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം വിശദമായിട്ട് നോക്കാൻ സുഡാനിലെ ആഭ്യന്തര കലാപങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ചരിത്രം നോക്കിയാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള സുഡാന്റെ താരതമ്യേന സമ്പന്നമായ വടക്കൻ പ്രദേശവും ക്രിസ്ത്യാനികളോ ആഫ്രിക്കയുടെ പരമ്പരാഗത മതപരമായ സമ്പ്രദായങ്ങളെ പിന്തുടരുന്നവരോ ഭൂരിപക്ഷമായിരുന്ന രാജ്യത്തിന്റെ തെക്കൻ പ്രദേശവും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം ആദ്യ കാലഘട്ടങ്ങളിൽ ആഭ്യന്തര യുദ്ധങ്ങൾക്ക് കാരണമായിരുന്നു. ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ നേരിയ അറിവുള്ള ഏതൊരാൾക്കും ആഫ്രിക്കയുടെ ഭൂപടം പരിശോധിച്ചാൽ സുഡാൻ എന്ന രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം മനസ്സിലാവും. ഈ രാജ്യത്തിന്റെ ഒരു വശത്ത് ചെങ്കടലും മറുവശത്ത് അയൽ രാജ്യങ്ങളായ ഈജിപ്ത്, ലിബിയ, ചാഡ്, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, സുഡാനിൽ നിന്ന് തന്നെ വേറിട്ട് പോയ സൗത്ത് സുഡാൻ, എത്യോപ്യ എന്നീ രാജ്യങ്ങളാണുള്ളത്. ഏതാണ്ട് ഇന്ത്യയുടെ വിസ്തീർണത്തിന്റെ പകുതിയോളം വലിപ്പമുള്ള ഒരു രാജ്യവുമാണ് സുഡാൻ. മുകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് വ്യത്യസ്തമായ 2 മതങ്ങൾ അല്ലെങ്കിൽ മതാശയധാരകളെല്ലാം സുഡാന്റെ ഇരുവശത്തും വന്നത് എന്നത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സുഡാൻ എന്ന വാക്ക് ഉദ്ഭവിക്കുന്നത് മധ്യകാലഘട്ടത്തിലെ അറബിക് ഭൂമിശാസ്ത്രജ്ഞന്മാർ ഉപയോഗിച്ചിരുന്ന ബിലാദ് അൽ സുഡാൻ, അതായത് കറുത്തവരുടെ നാട് എന്ന പ്രയോഗത്തിൽ നിന്നുമാണ്. ആധുനിക സുഡാന്റെ ചരിത്രം ആരംഭിക്കുമ്പോൾ ആ രാജ്യം ബ്രിട്ടന്റെയും ഈജിപ്തിന്റെയും സംയുക്ത നിയന്ത്രണത്തിലായിരുന്നു എന്ന് കാണാം. ഈ ഭരണ സമ്പ്രദായത്തിന് ആംഗ്ലോ ഈജിപ്ഷ്യൻ കോണ്ടോമിനിയം എന്നായിരുന്നു പേര്. പക്ഷേ ഈജിപ്തിന് ഈ ഭരണത്തിൽ നാമമാത്രമായ പങ്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വേള ഈജിപ്ത് തന്നെ ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള സാമ്രാജ്യത്വ അധിനിവേശങ്ങൾ തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് സുഡാനും സ്വാതന്ത്ര്യം നേടിയത്. 1956-ൽ ഈജിപ്തിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും റിപ്പബ്ലിക് ഓഫ് സുഡാൻ പരമാധികാരം ഏറ്റെടുത്തു. അതായത് ആ രാജ്യം സ്വതന്ത്രമായി. ചരിത്രം നോക്കിയാൽ ഈജിപ്തിനോടും മറ്റ് അറബ് രാജ്യങ്ങളോടും അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന സുഡാൻ എന്ന രാജ്യം ആഫ്രിക്കയുടെയും മെഡിറ്ററേനിയൻ ലോകത്തിൻ്റെയും സാംസ്കാരിക വിനിമയത്തിനുള്ള ഒരു വേദി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈജിപ്തിനോട് അടുത്ത് കിടക്കുന്ന സുഡാന്റെ പ്രദേശങ്ങളിൽ, അതായത് രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്ത് ഇസ്ലാമും അറബി ഭാഷയും ആധിപത്യം നേടി. തെക്കോട്ട് നീങ്ങുമ്പോഴാവട്ടെ പരമ്പരാഗത ആഫ്രിക്കൻ ഭാഷകളും ആഫ്രിക്കൻ സംസ്കാരങ്ങളും കുറച്ചൊക്കെ ക്രിസ്ത്യാനികളുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇതേ വ്യത്യാസങ്ങൾ തന്നെ സ്വതന്ത്രമായി മാറിയ വേളയിലും
ആഭ്യന്തരമായ വൈജാത്യങ്ങൾ സുഡാനെ കീറിമുറിക്കാൻ ആരംഭിക്കുകയാണ്. അറബ് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്തിന്റെ സമ്പന്നമായ വടക്കൻ പ്രദേശവും ക്രിസ്ത്യാനികളോ ആഫ്രിക്കയുടെ പരമ്പരാഗതമായ മതസമ്പ്രദായങ്ങളെ പിന്തുടരുന്നവരോ ഭൂരിപക്ഷമായിരുന്ന രാജ്യത്തിന്റെ തെക്കൻ പ്രദേശവും തമ്മിൽ ആഭ്യന്തര യുദ്ധങ്ങളുണ്ടായി. രണ്ട് തരം ജനങ്ങളുടെ സാംസ്കാരിക വൈജാത്യവും വികസനത്തിലുള്ള വ്യത്യാസവും ഈ ആഭ്യന്തര കലാപത്തിന്റെ എരുതിയിൽ എണ്ണയൊഴിച്ചു എന്ന് തന്നെ പറയാം. ഇതിന്റെ ഭാഗമായിട്ട് 1955 മുതൽ 1972 വരെയുള്ള ഒന്നാം സുഡാനി സിവിൽ വാറും 1983 മുതൽ 2005 വരെ നടന്ന രണ്ടാം സുഡാനി സിവിൽ വാറും രാജ്യത്തെ തകർത്ത് കളഞ്ഞു. ഇതിൽ ആദ്യത്തെ ആഭ്യന്തര യുദ്ധത്തിന് നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങളുമായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് ആ കാലത്തെ സംഭവ വികാസങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. ഒമർ അൽ ബഷീർ എന്ന പുതിയ പട്ടാള ഉദ്യോഗസ്ഥൻ ഭരണമേറ്റെടുത്ത കാലം മുതൽക്കെയാണ് പുതിയ യുദ്ധയുഗം വലിയ രീതിയിൽ ആരംഭിക്കുന്നത്. 1989 ഒരു രക്തരഹിതമായ സൈനിക അട്ടിമറിയിലൂടെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി സാദിഖ് അൽ മഹദിയുടെ സർക്കാരിനെ പട്ടാളം അട്ടിമറിക്കാനുണ്ടായത്. അതിനെ തുടർന്നാണ് ഈ ഒമർ അൽ ബഷീർ എന്ന പട്ടാള ഉദ്യോഗസ്ഥൻ ഭരണം ഏറ്റെടുത്തത്. ഭരണം മാറിയെങ്കിലും ആഭ്യന്തര കലാപങ്ങൾ പഴയ രീതിയിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ആ ആഭ്യന്തര യുദ്ധത്തിന്റെ സംഭവ വികാസങ്ങൾ ഓരോന്നായി പറയാൻ ഇവിടെ മുതിരുന്നില്ല. പക്ഷേ തെക്കും വടക്കും തമ്മിലുള്ള കലാപത്തിന്റെ ഒടുവിൽ 2005 ജനുവരിയിൽ ഒരു സമാധാന കരാർ ഒപ്പിടേണ്ട അവസ്ഥ വരുന്നു. അതുവരെ സുഡാൻ ഒരൊറ്റ രാജ്യമായിരുന്നു, ഒറ്റ ഭരണകൂടവും. പക്ഷെ പുതിയ സമാധാന കരാർ പ്രകാരം തെക്കൻ സുഡാന് ഒരു പ്രത്യേക ഭരണകൂടം ഉണ്ടായി. ആ പ്രദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു റഫറൻഡം അഥവാ അഭിപ്രായ വോട്ടെടുപ്പ് 6 വർഷത്തിനുള്ളിൽ നടത്താമെന്ന് ആ കരാറിലുണ്ടായിരുന്നു. 2005 ആ കരാർ പ്രകാരം ദക്ഷിണ സുഡാന്റെ പദവി നിർണ്ണയിക്കാനുള്ള റഫറൻഡം 2011 ജനുവരിയിൽ ഷെഡ്യൂൾ പ്രകാരം തന്നെ നടക്കുകയാണ്. അതിൽ പങ്കെടുത്തവരിൽ 98.83% പേരും സ്വാതന്ത്ര്യത്തിനായിട്ട് വോട്ട് ചെയ്തു. അന്തിമ ഫലപ്രഖ്യാപനത്തെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി സ്വാഗതവും ചെയ്തു. അഭിപ്രായ വോട്ടെടുപ്പ് ഫലം ദക്ഷിണ സുഡാന്റെ ജനങ്ങളുടെ ഇച്ഛാശക്തിയെ പ്രതിഫലിപ്പിക്കുന്നു എന്നായിരുന്നു സെക്രട്ടറി ജനറൽ അന്ന് പ്രസ്താവിച്ചത്. അങ്ങനെ 2011 ജൂലൈ 9 ദക്ഷിണ സുഡാൻ അല്ലെങ്കിൽ സൗത്ത് സുഡാൻ എന്ന് പറയുന്ന പുതിയ രാജ്യം രൂപം കൊണ്ടു. ഇതാണ് നമ്മൾ മുകളിൽ പറഞ്ഞ സുഡാൻ എന്ന രാജ്യത്തിന്റെ ഒരു അതിർത്തി രാജ്യവും. അങ്ങനെ ദക്ഷിണ സുഡാൻ എന്ന പേരിൽ ഒരു കഷ്ണം മുറിഞ്ഞു പോയതിന്റെ ബാക്കിയാണ് ഇപ്പോൾ അവശേഷിക്കുന്ന സുഡാൻ എന്നു പേരുള്ള രാജ്യം. ഈ റഫറൻഡം നടക്കുമ്പോഴും രാജ്യം വിഭജിക്കപ്പെട്ടപ്പോഴും സുഡാൻ ഭരിച്ചിരുന്നത് 1989 അട്ടിമറിയിലൂടെ അധികാരത്തിലെത്തിയ പ്രസിഡന്റ് ഒമർ അൽ ബഷീർ തന്നെയായിരുന്നു. ദക്ഷിണ സുഡാൻ എന്ന പുതിയ രാജ്യം രൂപീകരിക്കപ്പെട്ടതിന് ശേഷവും അവശിഷ്ട സുഡാനിലെ ഡാർഫർ, സൗത്ത് കോർഡോർഫാൻ, ബ്ലൂ നൈൽ എന്നീ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന വിമത പ്രവർത്തനങ്ങൾ രാജ്യത്ത് വൻ കലാപം തന്നെ സൃഷ്ടിച്ചു. ഡാർഫർ മേഖലയിൽ മുസ്ലിങ്ങൾ കൂടുതലായിരുന്നുവെങ്കിലും ഈ പ്രദേശത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഗോത്ര വംശീയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന അറബ് ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. ഈ അറബ് ഗ്രൂപ്പുകളുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരിൽ പലരും നാടോടികളായ സാധാരണക്കാരായ ഇടയന്മാരായിരുന്നു. ഡാർഫറിൽ നടന്ന കലാപത്തെക്കുറിച്ച് എടുത്തു പറയാൻ കാരണം ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകളിലെ സംഭവ വികാസങ്ങളിൽ പലതും ഇവിടെ നടന്ന കലാപത്തിന് വലിയ പങ്കുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഡാർഫർ എന്നത് വലിയ സ്വർണ്ണഖനികളെല്ലാം ഉള്ള ഒരു സ്ഥലമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇവിടെ നടത്തിയ അടിച്ചമർത്തലുകളും കലാപങ്ങളുമായി ബന്ധപ്പെട്ട് ഒമർ അൽ ബഷീറിന് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് പോലും ലഭിച്ചിരുന്നു. എന്നിട്ടും 2015 നടത്തിയ തിരഞ്ഞെടുപ്പിൽ 94% വോട്ട് ലഭിച്ച് ഒമർ അൽ ബഷീർ സുഡാന്റെ പ്രസിഡന്റായിട്ട് തുടരുകയാണ് ഉണ്ടായത്. എന്നാൽ രാജ്യത്ത് നടമാടിയ അഭൂതപൂർവമായ വിലക്കയറ്റവും ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമവും 2018 വലിയ കലാപങ്ങൾക്ക് കാരണമായി. അതായത് ജനങ്ങളെല്ലാം തെരുവിലിറങ്ങി ഭരണത്തിനെതിരെ ശബ്ദിക്കാൻ വേണ്ടി തുടങ്ങി. ഈ പ്രക്ഷോഭങ്ങൾ പ്രസിഡന്റ് അടിച്ചമർത്താൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല 2019 ഫെബ്രുവരിയിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടുകയും പുതിയ പ്രധാനമന്ത്രിയെ നിയമിക്കുകയും ചെയ്തു. എന്നാൽ ഇതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. 2019 ഏപ്രിൽ 11 ഒരു സൈനിക അട്ടിമറി ഉണ്ടായി. അതിലൂടെ ഒമർ അൽ ബഷീറിന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാവാനുണ്ടായത്. അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. സുഡാൻ സൈന്യം സർക്കാരിനെ പിരിച്ചുവിട്ടതായിട്ടും നിലവിലുണ്ടായിരുന്ന ഭരണഘടനയെ മരവിപ്പിച്ചതായിട്ടും പ്രഖ്യാപിക്കുകയാണ്. ഈ സൈനിക അട്ടിമറി നടത്തിയത് ഇപ്പോൾ സുഡാനിൽ ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെടുന്ന രണ്ട് ഗ്രൂപ്പുകളും ഒന്നു ചേർന്നുകൊണ്ടായിരുന്നു. അതായത് ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാന്റെ നേതൃത്വത്തിലുള്ള SAF അഥവാ സുഡാനീസ് ആംഡ് ഫോഴ്സും മുഹമ്മദ് ഹംദാൻ ദഗ്ലോയുടെ നേതൃത്വത്തിലുള്ള RSF എന്ന റാപ്പിഡ് സെക്യൂരിറ്റി ഫോഴ്സും സംയുക്തമായിട്ട്. ഇതിനെ തുടർന്ന് 2 വർഷത്തേക്ക് ഒരു പരിവർത്തന സർക്കാരിനെ നയിക്കാൻ സൈനിക കൗൺസിൽ രൂപീകരിക്കുന്നു. വിലക്കയറ്റം കാരണം ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിനെ അട്ടിമറിച്ച സൈന്യമാണല്ലോ. അപ്പോൾ 2 വർഷത്തിന് ശേഷം ഒരു പുതിയ സിവിലിയൻ സർക്കാരിനായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തുമെന്നായിരുന്നു
സൈന്യത്തിന്റെ വാഗ്ദാനം. എന്തായാലും അന്ന് വരെ പ്രസിഡന്റായിരുന്ന ഒമർ അൽ ബഷീർ 2019 ഡിസംബറിൽ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടു. പ്രതിഷേധക്കാരെ വെടിവെച്ചതിനും അയാൾക്കെതിരെ കേസുകൾ ഉണ്ടായിരുന്നു. ഇതേ സൈനിക അട്ടിമറി നടത്തിയ 2 സൈനിക ഗ്രൂപ്പുകൾ ഒരുമിച്ചാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഒന്ന് SAF-ഉം 2 RSF-ഉം. ഇതിൽ SAF സുഡാന്റെ ഔദ്യോഗിക സൈന്യമാണ്. RSF ആണെങ്കിൽ ഒമർ അൽ ബഷീറിന്റെ കാലത്ത് ഉയർന്നു വന്ന ഒരു അർദ്ധ സൈനിക വിഭാഗവുമാണ്. നേരത്തെ ഡോർഫറിൽ നടന്ന അടിച്ചമർത്തലുകളെക്കുറിച്ച് അല്ലെങ്കിൽ കലാപങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ആ യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ഒമർ അൽ ബഷീറിനെ സഹായിക്കുവാൻ ഉണ്ടായിരുന്ന അറബ് വംശജർക്ക് ഭൂരിപക്ഷമുള്ള ഒരു സായുധ സംഘമായിരുന്നു ജൻ ജവീദ് മിലീഷ്യ. ഇതാണ് പിന്നീട് RSF ആയി മാറിയത്. 2013 RSF എന്ന പേരിൽ ഒരു അർദ്ധ സൈനിക വിഭാഗമായിട്ട് ഇവർ സംഘടിക്കപ്പെട്ടത്. തത്വത്തിൽ ഇത് ഒമർ അൽ ബഷീറിന്റെ സ്വകാര്യ സൈന്യം പോലെ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘമായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കണം. ഈ സൈനിക സംഘം യമൻ യുദ്ധത്തിലൊക്കെ സൗദി അറേബ്യയ്ക്ക് വേണ്ടിയും പോരാടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളും നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും. സുഡാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ കുറേ കാലമായിട്ടുണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ നോക്കിയാൽ പലപ്പോഴും RSF ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫലത്തിൽ എന്തുണ്ടായി? RSFന്റെ നേതാവ് മുഹമ്മദ് ഹംദാൻ ദഗലോ രാജ്യത്തെ സ്വർണ്ണ ഖനികളുടെ ഒക്കെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഏറ്റവും വലിയ ധനികനായിട്ട് മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കുടുംബമാണ് ആഫ്രിക്കയിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ സ്വർണം കയറ്റുമതി ചെയ്യുന്ന കുടുംബങ്ങളിലൊന്ന്. പിന്നീട് അധികാരത്തോടും പണത്തോടുമായിരുന്നു ആ സൈനിക തലവന് കൂടുതൽ താല്പര്യം. 2019 മുൻപ് തനിക്കെതിരെ ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്ന അട്ടിമറികളിൽ നിന്നും കൊലപാതക ശ്രമങ്ങളിൽ നിന്നും തന്നെ രക്ഷിക്കാൻ ഇതേ RSFനെയായിരുന്നു ഒമർ അൽ ബഷീർ എന്ന പ്രസിഡന്റ് നിയമിച്ചിരുന്നതും. പക്ഷേ അന്തരാള ഘട്ടത്തിൽ 2019 RSF തന്നെ സുഡാനി സൈന്യവുമായി ചേർന്ന് ബഷീറിനെ പുറത്താക്കി എന്നത് കാലത്തിന്റെ ഒരു കാവ്യനീതിയായിരിക്കാം. എന്താണെങ്കിലും പുതുതായി ഉണ്ടായ പരിവർത്തന പരമാധികാര കൗൺസിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. SAF സൈനിക മേധാവിയായ ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ അധ്യക്ഷനും അയാളുടെ ഡെപ്യൂട്ടിയായിട്ട് ഇതേ RSF നേതാവ് മുഹമ്മദ് ഹംദാൻ ദഗലോയും ആ കൗൺസിലിൽ ഉണ്ടായിരുന്നു. ഈ കൗൺസിൽ തന്നെയായിരുന്നു പിന്നീട് സാമ്പത്തിക ശാസ്ത്രജ്ഞനും വികസന വിദഗ്ധനുമായ അബ്ദുള്ള ഹംഡോക്കിനെ പ്രധാനമന്ത്രിയായിട്ട് നിയമിച്ചത്. രാജ്യത്തിന്റെ അവസ്ഥയൊന്നും മാറ്റിയെടുക്കാമെന്ന രീതിയിലാണ് ഇദ്ദേഹത്തെ നിയമിക്കുന്നത്. എന്നാൽ ഈ ഹംഡോക്ക് സൈനിക മേലാളന്മാരുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ ചില പരിവർത്തന ശ്രമങ്ങൾക്കൊക്കെ രാജ്യത്ത് ശ്രമിച്ച സമയത്ത് SAF-ഉം RSF-ഉം വീണ്ടും കൂടിച്ചേർന്നുകൊണ്ട് അദ്ദേഹത്തെയും അട്ടിമറിക്കുകയാണ്. അങ്ങനെ രാജ്യം വീണ്ടും സൈനിക ഭരണത്തിലേക്ക് നീങ്ങി. ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും ഇടപെട്ടതിനെ തുടർന്ന് ഇതേ ഹംഡോക്ക് തന്നെ 2021 നവംബറിൽ വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടാളത്തിന്റെ ശക്തിക്ക് ഒരു കോട്ടം സംഭവിക്കാൻ ഇവിടെ സാധ്യതയുണ്ട്. അതേ കാര്യം തന്നെ സംഭവിക്കുകയാണ്. ജനറൽ ബുർഹാനും ദഗലോയ്ക്കും ചില സൈനിക അധികാരങ്ങളും ഭരണാധികാരങ്ങളും വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വന്നു. എന്നാൽ ആ ഭരണവും അധികകാലം നീണ്ടു നിന്നില്ല. 2022 ജനുവരി ആയപ്പോഴേക്കും ഹംഡോക്കിന് രാജിവെച്ച് ഒഴിയേണ്ടതായിട്ട് വരുന്നു. അതായത് പേരിനെങ്കിലും സിവിലിയൻ സ്വഭാവമുള്ള സുഡാനിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു അബ്ദുള്ള ഹംഡോക്ക്. ഇദ്ദേഹത്തിന്റെ രാജിയെ തുടർന്ന് എന്തായാലും സുഡാനിൽ വീണ്ടും ജനകീയ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോഴും ഈ പരിവർത്തന സർക്കാർ എന്ന് പറയുന്ന സംവിധാനം തുടരുക തന്നെയായിരുന്നു. പിന്നീട് ഉണ്ടാക്കിയ ഒരു കരാർ പ്രകാരം SAF ജനറൽ സെക്രട്ടറി ബുർഹാന് തുല്യനായി RSF നേതാവ് ദഗലോയും ഉയർന്നു വന്നു. എന്നാൽ ഇരുവരും ഒന്നാവാനുള്ള എല്ലാ സമയപരിധികളും അവസാനിച്ചപ്പോൾ അൽ ബുർഹാന്റെ SAF-ഉം ഹെമദിയുടെ അതായത് ഡഗലോയുടെ RSF-ഉം, ഡഗലോയുടെ മറ്റൊരു പേരാണ് ഹെമദി, പല ഇന്റർനാഷണൽ വാർത്തകളും നോക്കിക്കഴിഞ്ഞാൽ ഈ പേരിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുക, ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. 1 ലക്ഷത്തോളം അംഗങ്ങളുള്ള RSF-നെ സൈന്യത്തിൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതികളും പുതിയ സേനയെ ആര് നയിക്കും എന്നുള്ള തർക്കങ്ങളുമായിരുന്നു ഇരുവരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് 2 സൈനിക ജനറൽമാർ തമ്മിലുള്ള മൂപ്പിളമ തർക്കമാണ്. ആര് വലിയവൻ ആര് ചെറിയവൻ എന്ന തർക്കമാണ് സുഡാനിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ പ്രതിസന്ധിയുടെ മൂല കാരണമെന്ന് പുറത്തേക്ക് പറയുന്ന കാരണമായിട്ട് പരിഗണിക്കാം. BBC-യുടെ ഈ റിപ്പോർട്ട് നമ്മൾ നോക്കിയാൽ, കണക്കുകൾ നമ്മൾ നോക്കിയാൽ, RSF അംഗങ്ങളെ രാജ്യത്തുടനീളം വിന്യസിച്ചതിനെ തുടർന്ന് 2023 ഏപ്രിൽ 15 ഇപ്പോഴത്തെ സംഘർഷങ്ങൾ ആരംഭിക്കുന്നത്. ആരാണ് ആദ്യം യുദ്ധം തുടങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും തർക്കങ്ങളുണ്ട്. പക്ഷെ ആരായാലും കൊലപാതകങ്ങൾ അതിവേഗം വർദ്ധിക്കുകയാണ്. RSF സുഡാന്റെ തലസ്ഥാനമായ ഖാർത്തുമിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പിടിച്ചെടുത്തു. എന്നാൽ 2 വർഷത്തിന് ശേഷം 2025 മാർച്ചിൽ സൈന്യം അതായത് SAF ഖാർത്തുമിന്റെ നിയന്ത്രണം തിരിച്ചു പിടിച്ചു. അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ചില റിപ്പോർട്ടുകളും കാണാം. സാധാരണ ജനങ്ങളെയും ഇതര ഗോത്രങ്ങളെയും വിരട്ടി ഓടിച്ചുകൊണ്ട് സ്വർണ്ണ ഖനികൾ പിടിച്ചടക്കുന്നതാണ് ഈ കൊലപാതകങ്ങൾക്കും കലാപങ്ങൾക്കും എല്ലാം പിന്നിലുള്ള ലക്ഷ്യമെന്ന്
പറയപ്പെടുന്നുണ്ട്. നിലവിൽ RSF ആണ് ഇത്തരത്തിൽ സാധാരണ ജനങ്ങളെ അടക്കം കൊല ചെയ്യുന്ന തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. പലപ്പോഴും അവരുടെ വീരശൂരത്വമായിട്ട് അവർ തന്നെ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്ന വീഡിയോയിലൂടെയാണ് ലോകത്തിന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടങ്ങളിലേക്ക് റിപ്പോർട്ടർമാർക്കും മാധ്യമങ്ങൾക്കുമൊന്നും കടന്നു കയറാൻ പറ്റില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത് വന്ന വാർത്തകൾ നോക്കിയാൽ കൂട്ടക്കൊലകൾ കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എൽ ഫാഷർ എന്ന നഗരത്തിലാണ്. ഇതിനു മുന്നേ തന്നെ കുപ്രസിദ്ധമായ ഡാർഫർ റീജിയനിലാണ് ഇതുള്ളതുമെന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. 10,000-കണക്കിന് സാധാരണക്കാരെ കുടുക്കിയ 18 മാസത്തെ നിരന്തരമായ ഉപരോധത്തിന് ശേഷമാണ് RSF എന്ന സായുധ സംഘം ഈ നഗരം പിടിച്ചെടുക്കുന്നത്. എൽ ഫാഷർ കയ്യിലായതോടുകൂടി ഡാർഫിലെ എല്ലാ പ്രധാന നഗരങ്ങളും RSFന്റെ കയ്യിലായി. ഇവിടെ വലിയ സ്വർണ്ണഖനികളുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഈ സംഭവത്തോടു കൂടിയാണ് സുഡാനിലെ ക്രൂരമായ ആഭ്യന്തര യുദ്ധങ്ങൾ മറ്റൊരു വിനാശകരമായ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഡാർഫറിലെ എല്ലാ പ്രധാന നഗരങ്ങളും ഇപ്പോൾ RSF എന്ന് പറയുന്ന സംഘത്തിന് കീഴിൽ തന്നെയാണ്. അതുകൂടാതെ സുഡാൻ എന്ന രാജ്യം ഒരിക്കൽ വിഭജിക്കപ്പെട്ടതാണ്. വീണ്ടും ഒരു വിഭജനത്തെ അഭിമുഖീകരിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴും തള്ളിക്കളയാൻ സാധിക്കുന്നതുമല്ല. അൽ ഫാഷർ എന്ന സ്ഥലം പിടിച്ചെടുത്തതോടെ നൈൽ നദിയുടെ പടിഞ്ഞാറുള്ള ജനവാസമുള്ള മിക്കവാറും എല്ലാ സ്ഥലങ്ങളും RSF നിയന്ത്രണത്തിലായിട്ട് മാറിയിട്ടുണ്ട്. അതോടെയാണ് നമ്മൾ കേൾക്കുന്ന മനുഷ്യക്കുരുതികൾ പാരമ്യത്തിലെത്തുന്നത്. നിലവിൽ ഏറ്റവും ഒടുവിൽ ആരംഭിച്ച ആഭ്യന്തര കലാപങ്ങൾക്ക് 2 വർഷത്തെ പഴക്കം മാത്രമാണുള്ളത്. 2 വർഷമായിട്ട് രാജ്യത്തുള്ള 2 സൈന്യങ്ങൾ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ 50,000-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം സ്വർണ്ണ കൊതിയാണ് എന്നും അതിൽ വിദേശ ശക്തികൾക്ക് പങ്കുണ്ട് എന്നും മറ്റ് ചില ആരോപണങ്ങളുമുണ്ട്. ഇതിൽ റഷ്യയാണ് 1-ാം സ്ഥാനത്തുള്ളത്. റഷ്യയെ കൂടാതെ ചൈനയും UAEയും സുഡാനിലെ പ്രതിസന്ധികളിൽ പങ്കാളികളാവുന്നുവെന്നും പല ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട ചില വിഭവങ്ങൾ, എണ്ണ, സ്വർണം പോലുള്ളവയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് സുഡാനിലെ ഈ പ്രതിസന്ധിയുടെ കാരണമെന്ന് പറയാൻ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട സ്വർണ്ണ കയറ്റുമതി രാജ്യമാണ് സുഡാൻ. 2023 കയറ്റുമതി 40 ടണ്ണായിട്ട് അവിടെ കണക്കാക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിന്റെ 10-1 താഴെ മാത്രമേ ദേശീയ ട്രഷറികളിലേക്ക് എത്തുന്നുള്ളൂ. ജനങ്ങൾ പട്ടിണിയിലാണ്. ബാക്കിയുള്ളവ സൈന്യത്തിൻ്റെയും അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും അവരുടെ വിദേശ ബിസിനസ് പങ്കാളികളുടെയും പോക്കറ്റിലേക്കാണ് എത്തിച്ചേരുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ആരോപണങ്ങൾ. RSFന്റെ സാമ്പത്തിക സ്രോതസ്സുകളിൽ ഭൂരിഭാഗവും ഡാർഫറിലും കോർഡോഫാനിലും സ്ഥിതി ചെയ്യുന്ന സ്വർണ്ണ ഖനികളിൽ നിന്നുമാണ് എന്ന കാര്യവും പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. യുക്രൈനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമില്ലേ, അത് റഷ്യ നിലനിർത്തുകയും പാശ്ചാത്യ സാമ്പത്തിക ഉപരോധങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്നത് സുഡാനിൽ നിന്നും സ്വർണം കയറ്റുമതി അല്ലെങ്കിൽ സ്വർണം കടത്തുന്നത് കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം സുഡാനിൽ നിന്ന് കുറഞ്ഞത് 16 റഷ്യൻ സ്വർണ്ണ കള്ളക്കടത്ത് വിമാനങ്ങളെങ്കിലും പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന് ചില കണക്കുകൾ പറയുന്നുണ്ട്. RSFനെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് UAE ഡ്രോണുകളും ആയുധങ്ങളും ഉൾപ്പെടെ നിരവധി ആയുധങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് US രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേർണൽ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൂടാതെ UAE RSFന് ആയുധങ്ങൾ നൽകുന്നതായിട്ട് സുഡാനിലെ സൈനിക സർക്കാരും ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം ആരോപണങ്ങൾ മാത്രമാണ്, ഞാൻ പറയുന്ന കാര്യമല്ല, ആരോപണങ്ങളാണ്. UAE ഇക്കാര്യങ്ങളെല്ലാം അതാത് സമയങ്ങളിൽ നിഷേധിച്ചതുമാണ്. എന്തായാലും നിലവിൽ സുഡാനിൽ സമാധാനം വരുത്താനുള്ള മധ്യസ്ഥ ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഈജിപ്ത്, സൗദി അറേബ്യ എന്നീ 4 രാജ്യങ്ങൾ. യുദ്ധം നിർത്തലാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു റോഡ് മാപ്പ് നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വാഷിംഗ്ടണിൽ യോഗം ചേർന്നുകൊണ്ട് ഇവർ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഈ യോഗം പുരോഗതി കൈവരിച്ചിട്ടില്ല എന്നും സംഘർഷം അവസാനിപ്പിക്കാൻ ഒരു പ്രതീകാത്മക സംയുക്ത സമിതി രൂപീകരിക്കാൻ മാത്രമേ സമ്മതിച്ചിട്ടുള്ളൂ എന്നും അൽ ജസീറ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു നെഗറ്റീവ് വാർത്ത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉടൻ സുഡാനിൽ ഇനി സമാധാനം ഉണ്ടാവുമോ എന്ന കാര്യം തർക്കം തന്നെയാണ്. എങ്കിലും ആ സ്ഥലങ്ങളിലും ലോകമെമ്പാടും സമാധാനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. കാര്യം എന്താണെങ്കിലും സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ ചരിത്ര പശ്ചാത്തലവും സമകാലിക അറിവുകളും ഒന്നിച്ച് മനസ്സിലാക്കാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പിന്നെ ഈ വിഷയത്തിന് ധാരാളം പരിമിതികളുണ്ട്. കാരണം അവിടങ്ങളിലേക്ക് മാധ്യമങ്ങൾക്ക് കടന്നു ചെല്ലാൻ പ്രയാസമാണ്. മറ്റ് രാജ്യങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ചൈനയെക്കുറിച്ചും റഷ്യയെക്കുറിച്ചും UAEയെക്കുറിച്ചും എല്ലാം ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന കാര്യവും നമുക്കറിയാത്തതാണ്. അവിടങ്ങളിലുള്ള RSFൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ആളുകൾ പറയുന്ന വിവരങ്ങളും പിന്നീട് ഈ ഉപഗ്രഹ ചിത്രങ്ങളെല്ലാം പോലെ ലഭിക്കുന്ന തെളിവുകളും മാത്രമാണ് ലോകത്തിന് മുന്നിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പണിപ്പെട്ടാണ് നമ്മുടെ റിസർച്ച് ടീം ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. കൂട്ടുകാർക്ക് വേണ്ടി ഈ അറിവുകൾ ഷെയർ ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും കമൻ്റായിട്ട് എഴുതുക. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.